2021 കേരളത്തിലെടുത്ത മനുഷ്യക്കടത്ത് കേസിൽ 2 കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. ട്രെയിനിൽ ജാർഖണ്ഡിൽ നിന്നുള്ള 3 കുട്ടികളെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. സൂരജ് സജി തൃശൂർ ചെയ്യുന്നു. സൂരജ്, കേസിന്റെ ആകെ മൊത്തം എന്തൊക്കെയാണ് സംഭവിച്ചത്? പശ്ചാത്തലം സുഹൈൽ, 2021 തൃശൂരിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ റെയിൽവേ പോലീസ് ഒരു കേസ് ചുമത്തുന്നത്. അത് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൽ 3 പെൺകുട്ടികളുമായി ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവതി ഇത് മനുഷ്യക്കടത്താണ് എന്ന തരത്തിൽ ഒരു പരാതി ഉന്നയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഇവർക്കെതിരെ കേസെടുത്തത്. പക്ഷേ ഈ കേസ് മായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകളോ മറ്റനുബന്ധ രേഖകളോ ഒന്നും തന്നെ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവരെ കുറ്റവിമുക്തയാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ചില പ്രാദേശിക ഇവിടെ തന്നെയുള്ള തൃശ്ശൂരിലെ തന്നെ പ്രാദേശിക മഠത്തിലായിരുന്നു ഇവരെല്ലാവരും പ്രവർത്തിച്ചു വന്നിരുന്നത്. പക്ഷേ ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഗുരുതരമായിരുന്നു. മനുഷ്യക്കടത്ത് സംബന്ധിക്കുന്ന വകുപ്പ്, അതോടൊപ്പം തന്നെ ബാലനീതി നിയമത്തിലെ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയായിരുന്നു കേസെടുത്തത്. പക്ഷേ പ്രോസിക്യൂഷന് ഇത് വിചാരണ വേളയിൽ തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെയും അറിവോടെയും കൂടെയാണ് ഇപ്രകാരം ഇവരുടെ കൂടെ വന്നത് എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. പ്രാഥമികമായി പോലും കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ IPCയിലെ യാതൊരു വകുപ്പും തെളിയിക്കപ്പെടില്ല എന്നുള്ളതാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. എന്തായാലും ഈ കന്യാസ്ത്രീകൾക്കെതിരെ ജാർഖണ്ഡിൽ കേസെടുത്ത അടക്കമുള്ള കാര്യങ്ങൾ വിവാദമായി നിൽക്കുകയാണ്. സമാനമായ കേസ് തൃശ്ശൂരിലെടുക്കുകയും അതിൽ ഈ കന്യാസ്ത്രീകൾ കുറ്റവിമുക്തരാകുകയും ചെയ്തിരിക്കുന്നത്. സുഹൈൽ, സൂരജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.